ഹായ് ഹായ് ഹായ്, ഗുഡ് മോർണിംഗ്. അത് രാവിലെ തന്നെ ഒരു പ്രശ്നമായിട്ടാണ് കേട്ടോ. ഞാൻ JSWയിൽ പോയിട്ട് ടോയ്ലറ്റിൽ പോകണം, ഒന്ന് വാഷ്റൂം യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയാ പാൻറ്റ് ഇട്ടിട്ട് പോകാം. ഞാൻ ഇന്നലെ രാത്രിക്ക് ട്രൗസേഴ്സാണ്. എൻ്റെ അർജൻസീനിൽ നിന്ന് അവർക്ക് ഒരു തരത്തിലും മാനിക്കാൻ പറ്റില്ല. അവർക്ക് പാൻറ്റ് ഇടാൻ കയറുന്നിടക്ക് തന്നെ റൈറ്റിലാണ് സെയിം സെക്യൂരിറ്റീൻ്റെ റൂമിൻ്റെ പിറകിലാണ് ടോയ്ലറ്റ് ഉള്ളത്. സമയം ഇപ്പം 9:30 ഞാൻ കുറച്ച് സമയം ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ ചൂട് കൊണ്ടിട്ടോ നോക്കി ഒരു മരം വരെ ഇല്ല. ചൂട് കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റണില്ല. ഞാൻ ഇവിടുന്ന് എവിടത്തേക്കെങ്കിലും വണ്ടി മാറ്റിയിട്ടിട്ടേ കിടക്കാൻ തോന്നണം. ഇവിടെ നിന്ന് തന്നെ ശരിയാവില്ല. തണലുള്ള സ്ഥലം നോക്കിയിട്ട് ഇവിടെ ഇരിക്കണം. സമയം ഇപ്പോൾ 10:40 കേട്ടോ. ഞാൻ ഇന്നലെ ഭക്ഷണം കഴിച്ച സെയിം സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു. ദോശയും 2 ഇഡലിയും കഴിച്ചു, ഒരു ഓംലേറ്റും കഴിച്ചു. 55 രൂപ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എനിക്ക് കോൾ വന്നിട്ടുണ്ട്. മിന്നാന്ന് നമ്മൾ പോയ കാഞ്ചീപുരത്തുള്ള സെയിം ഗുഡ് ഷെഡിലേക്ക് പോകാനാണ് പറഞ്ഞേക്കണത്. ഞാൻ ചോദിച്ചു ഇത് ലൈൻ വണ്ടിയാണോ ലോക്കൽ വണ്ടിയാണോ എന്ന്. പറഞ്ഞു ലോഡ് എവിടെയും കിട്ടുന്നില്ല, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുകയാണ്. അതിന് മുന്നേ ഒന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു കേട്ടോ. ഇവിടുത്തെ അണ്ണൻ വൻ സീനാണ്. എന്നോട് കല്യാണം കഴിച്ചോ, ലവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല, ഇതൊന്നും ഇല്ലാന്നൊക്കെ പറയുന്നത് ലൈഫിൽ വേറെ ഒക്കെ സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. ഇവിടെ അടുത്ത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, വേണമെന്നുണ്ട് രാത്രിക്ക് വന്നു, ആ രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനപ്പോൾ നൈസിൽ ഊരാൻ പോവാം. അപ്പോൾ ഇനി ഗുഡ് ഷെഡിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് ഗുഡ് ഷെഡിലേക്ക് തന്നെ പോവാണ്. അവിടെ നിന്ന് എങ്ങോട്ടൊക്കെ ലോഡ് എന്നറിയില്ല, ലോക്കലാകുമോ എന്നറിയില്ല. ഇന്ന് തന്നെ ലോഡായാൽ മതിയായിരുന്നേ. എന്താ അവസ്ഥ എന്ന് അവിടെ പോയിട്ട് നോക്കാം. ഇനിയിപ്പം വഴിയൊന്നും നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി കണ്ട വഴികളല്ലേ. പ്ലാന് വീണ്ടും ചേഞ്ച് ആയിട്ടോ. എന്നോട് ചെന്നൈ പോർട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മുന്നത്തെ ചെന്നൈ പോർട്ട്. ഇപ്രാവശ്യം അങ്ങനെ ആകുമെന്നറിയില്ല. ഇവിടുന്ന് 80 കിലോമീറ്റർ ചെന്നൈ പോർട്ടിലേക്കുള്ള കേട്ടോ. എനിക്ക് ആദ്യം കുറച്ച് ചില്ലറ ആക്കി വെക്കണം. കുറച്ച് മാമന്മാർക്കൊക്കെ ഇങ്ങനെ വഴിയിലിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ഞാൻ അവിടെ 500 രൂപയ്ക്ക് ചേഞ്ച് കിട്ടാൻ നോക്കട്ടെ. ഇപ്പം 2 മണി കഴിഞ്ഞു കേട്ടോ. ചെന്നൈ പോർട്ടിൽ എത്താറായി. ഞാൻ ചില്ലറയൊക്കെ വെച്ചു കേട്ടോ. കുറച്ച് പൈസ മാമന്മാർക്ക് കൊടുക്കണ്ടല്ലോ. കയറ്റോന്നറിയില്ല, നോക്കാം. ഒരു സ്ഥലത്ത് 50 കൊടുത്ത് കയറി കേട്ടോ. എൻ്റെ പറയില്ല ആ ലൈന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നും നാളെയൊന്നും തീരത്തില്ല. ഒരു 5-8 കിലോമീറ്റർ അങ്ങോട്ട് ലൈനാണ്. ഞാൻ ചെയ്യുന്ന ചെറ്റത്തരാണ്. പക്ഷെങ്കിൽ വേറെ നിവർത്തിയില്ല. ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ സ്ഥലത്ത് പൈസ കൊടുത്തു. 100 കേട്ടോ ഇപ്രാവശ്യം വാങ്ങിയ. സാധാരണ 50 ആയിരുന്നു വാങ്ങല്. ഇതുണ്ടോ ക്യൂ ഉണ്ടോ നിങ്ങൾ? ഈ ക്യൂവിൻ്റെ അകത്ത് തന്നെ എനിക്ക് ചെറിയ സർവീസ് റോഡ് ഉണ്ട്. അതിലേക്ക് ആരും കാണാണ്ട് അറിയാണ്ട് പയ്യെ അടിച്ച് കയറണം. കുറേ മുന്നോട്ട് എത്തിയിട്ടാവും. അതാണ് ഇനി എൻ്റെ ലക്ഷ്യം. തെറിയൊക്കെ കിട്ടുമായിരിക്കും, അറിയില്ല. കഴിഞ്ഞ തവണ ഞാൻ ഈ ഇവിടെ ഒരു സർവീസ് റോഡ് ഉണ്ട് കണ്ടോ. ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. ഇതിലൂടെ കയറിയിട്ടാ ഉള്ളിലേക്ക് കയറിയ. ഇത്തവണ എന്ത് ചെയ്യും? ഇവിടെ ഫുള്ളാണല്ലോ വണ്ടി. പണി പാളിയോ എന്നൊരു ഡൗട്ട്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ അവിടെ നിന്ന് കയറിയിട്ട് ഇതിലേക്കൂടി വന്നിട്ടാണ് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത് പോയത്. ഇത്തവണ എനിക്ക് കയറാനൊരു ഗ്യാപ്പ് കിട്ടിയില്ല. എന്താ ഇപ്പം ചെയ്യാമെന്ന് ആലോചിക്കണം. ഇനി
ഇനിയിപ്പോൾ അവിടുന്ന് ഫൈൻ എന്തെങ്കിലും വാങ്ങുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഫൈൻ കൊടുത്താലും കുഴപ്പമില്ല. ഉള്ളിൽ ഇവിടെ 100 റുപ്യ കേട്ടോ. എങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കയറി പോകണം. അവിടെ ഒരു ചെറിയ ഷെഡ് പോലത്തെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് 50 രൂപ കൊടുത്തു. 50 പോരാ, 100 വേണം. പാവങ്ങളല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട് പാവങ്ങൾ, അവർ ജീവിച്ചു നോക്കട്ടെ. എത്ര പൈസയാണ്? ഒരു 10 വണ്ടി കയറി കഴിഞ്ഞാൽ തന്നെ 1000 രൂപയില്ലല്ലേ. ചോക്സിന് ഇതോ ഇന്നലെ വാങ്ങി വെച്ചതാണ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിച്ചില്ല. സോ ഇതിവിടെ ഉപകാരപ്പെട്ടു. ഇനി ഇപ്പോൾ ഒന്നും നീങ്ങൂല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സമയം 2:52 കേട്ടോ. ഞാൻ എപ്പോഴാണ് ഗേറ്റിൻ്റെ അടുക്ക് എത്തുന്നതെന്ന് കാണിച്ചു തരാം. അതൊക്കെ കടല. ഞാനതല്ല ആലോചിക്കണം, ഈ 50ഉം 100ഉം 3 സ്ഥലത്താണ് പോയത്. 3 സ്ഥലത്ത് 100 രൂപ തന്നെ കൊടുത്തെന്ന് വെച്ചാൽ 300. ഓക്കെ, കൂട്ടി 200 വെച്ച് കൊടുത്ത് 600 രൂപ കൊടുത്തു കഴിഞ്ഞാലും ഉള്ളിൽ കയറ്റുന്നാണെങ്കിൽ ഈ വണ്ടികളൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ പൈസ കൊടുത്തിട്ട് കയറാത്തതെന്ന് ഞാൻ അറിയിക്കുന്നു. ഇവർക്കൊക്കെ ഇത്രയും ദൂരം, അത്രയും കിലോമീറ്റേഴ്സ് ക്യൂ വെക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും പൈസ കൊടുത്ത് കയറിയാൽ പോലെ. സമയം ഇപ്പം വൈകുന്നേരം 6 മണിയായി. ഞാൻ ഇങ്ങോട്ടേക്കാണ് കേട്ടോ, ഇങ്ങോട്ടേക്കാണ് എനിക്ക് പോർട്ടിലേക്ക് പോകേണ്ടത്. ഇനി ഇവിടുന്ന് ഉദ്ദേശം ഒരു 1 കിലോമീറ്ററും കൂടെ, 1.5 കിലോമീറ്ററും കൂടി ഉണ്ടാവും എൻട്രി ഗേറ്റിലേക്ക്. ഇത്തിരി സമയം ക്യൂ ആയിരുന്നു. ഞാൻ 2 മണിക്ക് 2:15 ആ ക്യൂവിൻ്റെ പുറത്തിലൂടെ കയറി തുടങ്ങിയത്. 2 മണിക്ക് മുന്നേ കയറിയെന്ന് തോന്നുന്നു കേട്ടോ. 2 മണി ആ സമയത്താണ് കയറിയത്. ഇപ്പോൾ 6 മണിയായിട്ടോ. 3, 4, 5, 6 4 മണിക്കൂർ നിന്നിട്ടാണ് ഞാൻ എൻട്രിയിലെത്തിയില്ല, എൻട്രിക്ക് കുറച്ച് മുന്നേ ഉള്ള സ്ഥലത്തെത്തിയത്. ഇനിയിപ്പോൾ എനിക്ക് ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ പാസ് വേണം. പാസ് ഇതുവരെയായിട്ട് ആയിട്ടില്ല. പാസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ആ സമയം കൊണ്ട് എനിക്ക് ഇതിൽ കഴിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ലോഡ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ തന്നെ 2-3 ആൾക്കാർ വിളിച്ചിട്ട് എവിടെ എത്തി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലോഡ് വന്ന് കിടക്കുന്നുണ്ടെന്ന് തോന്നണേ. ബാംഗ്ലൂരേക്കാണ് ലോഡ് എന്നാണ് പറഞ്ഞത്, അറിയില്ല. അങ്ങനെയാണ് ഒരാൾ പറഞ്ഞത് എന്നോട്. എന്തായാലും ഞാൻ അന്ന് ഇവിടെ തന്നെ ഈ സെയിം സ്പോട്ടിലാണ് വണ്ടി നിർത്തിയത് കേട്ടോ. മുന്നേ ഞാൻ വന്ന സമയത്ത് ഇവിടുന്നൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒക്കെ കളഞ്ഞു പോയതാണ്. ഓക്കെ, ഇനിയിപ്പം അവിടെ ഒരു മലയാളി ഹോട്ടലുണ്ട്, അവിടെ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് നോക്കട്ടെ. എന്താ ഉള്ളത് നോക്കിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോഡിങ് ഇന്ന് തന്നെ ആണെങ്കിൽ വല്ലാണ്ട് ടയേർഡായിപ്പോവും. പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അറിയാമല്ലോ, ഭക്ഷണത്തിൻ്റെ ഒക്കെ കാര്യം ടാസ്ക്കാണ്. ഞാനൊന്ന് പോയി നോക്കട്ടെ അവിടെ എന്താ ഉള്ളത് കഴിക്കാനാണ്. ഞാൻ വണ്ടി ഇതെവിടെ പാർക്ക് ചെയ്തേക്കും കേട്ടോ. ഇത് ഹാർബറാണ്, അതിലൂടെയാണ് കയറേണ്ടത്. അതിലൂടെ കയറിയിട്ട് ഇങ്ങനെ വിശാലമായി വരന്ന് കിടക്കുകയാണ്. ഹാർബറാണ്, ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കട്ടെ, ഞാൻ അടുത്ത് പോകാൻ പറ്റുമോ നോക്കട്ടെ. ഹോട്ടൽ കരീബിയൻസ് ഉണ്ടോ, അതാണ് മലയാളി ഹോട്ടൽ എന്ന് പറഞ്ഞത്. എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റോഡ് ഇതാണ്, ഹാർബറിലേക്ക് പോകുന്ന റോഡ്. എനിക്കറിയില്ല ഇത് മെയിൻ ഗേറ്റ് ആണോ അല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല. അവിടെ കുറേ പോലീസുകാരൊക്കെ ഉണ്ട്, എന്നെ അകത്തേക്ക് കയറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ മാത്രമൊന്നുമല്ല കേട്ടോ, ആ സൈഡൊക്കെ ഫുള്ളാണ്. ആ സൈഡൊക്കെ ഫുള്ളൊന്ന് വരിയായിട്ട് പോയിട്ടുള്ളൂ. അവിടെയുള്ളൊരു പോലീസുകാരനോട് ഞാൻ ചോദിച്ചത് ഹാർബറാണോ എന്ന്. അപ്പോൾ ഹാർബറല്ല, മീൻ മാർക്കറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഹാർബറും മീൻ മാർക്കറ്റും ഒന്നല്ലായിരുന്നു, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഈ വടച്ചെന്നൈ പടത്തിൽ ഒട്ടുമിക്ക സീൻസ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇത് എന്നാണ് പറഞ്ഞേക്കണം. ഉള്ളിൽ എൻട്രി പാസ്സൊന്നുമില്ല, ആർക്ക് വേണ്ടിക്കും കയറിപ്പോവാം.
കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാനെന്തായാലും കയറുന്നില്ല. എനിക്ക് വിശക്കുന്നുണ്ട് സത്യത്തിൽ. എന്തായാലും കഴിച്ചില്ല പണി പാടുണ്ട്. എന്തെങ്കിലും ചെറുതായിട്ട് വല്ല പൊറോട്ടയും ബീഫോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കും. ബിരിയാണിയോ. ഇതൊക്കെ ഒരു 80 ടൺ ഉണ്ടാവും കേട്ടോ. ഇതേപോലത്തെ പ്ലേറ്റ് ആണെന്ന് ഞാൻ കയറ്റിയിട്ട് പോയത്. പക്ഷേ ഇതിൻ്റെ അത്ര തിക്നെസ് ഉണ്ടായിരുന്നില്ല. റൈസാണ് കഴിക്കുന്നത്. ഒരു കമ്പനി ഇവിടെ ഈച്ച കേട്ടോ. ആൻഡ് എഗ് റൈസ് എന്ന് പറയുന്നത് ഒരു വികാരമായിരുന്നു. തമിഴ്നാട്ടിൽ പഠിച്ചവർക്കൊക്കെ അറിയായിരിക്കും. ചെറിയ പൈസക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല ടേസ്റ്റിൽ കിട്ടുന്നൊരു ഫുഡാണ് എഗ് റൈസ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ചു. എനിക്ക് പാസ് വന്നു കേട്ടോ. ഇപ്പം 6:15 ഉള്ളിലേക്ക് പോകാൻ. എനിക്ക് എന്തോന്നും അറിയില്ല, ഉറക്കം വരുന്ന പോലെ ഉണ്ട്. ഇവിടെ ഇന്ന് രാത്രിക്ക് തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. രാത്രി ഇറക്കുന്നു പറഞ്ഞു. അപ്പോൾ ചെന്നൈ, പോർട്ട് ഓഫ് ചെന്നൈയുടെ എൻട്രി ഗേറ്റിൻ്റെ അടുക്ക് എത്തി. ഇപ്പോൾ സമയം കൃത്യം 6:40 കേട്ടോ. 6:40 ഞാൻ ഈ എൻട്രി ഗേറ്റിൻ്റെ അടുക്ക് എത്തിയത്. എൻട്രി ചെയ്തില്ല. എൻട്രി ചെയ്യേണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റും കൂടി എടുക്കുന്നതെന്ന് എനിക്ക് തോന്നണം. സെൻട്രൽ ബക്കിലേക്ക് കൂടി പോകാനാണ് പറഞ്ഞത്. എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ മതി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കണം. സമയം 6:50. ഞാൻ പോർട്ടിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. 6:50. ഇനി ഞാൻ ഒന്ന് ലൊക്കേഷൻ കണ്ടുപിടിക്കട്ടെ. എങ്ങോട്ടൊക്കെ പോകേണ്ടതെന്ന് അറിയില്ല, നോക്കട്ടെ. ഇത് കണ്ടുപിടിക്കൽ കുറച്ച് ടാസ്ക്കാണ്. സമയം ഇപ്പോൾ 7:40. ഇപ്പോഴാണ് ഗേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി കേട്ടോ. ഇത്രയും സമയം അവിടെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. ക്രെയിനൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്യാമറ ഒരു ക്ലിയർ ഇല്ലല്ലോ. ക്രെയിനും കണ്ടെയ്നേഴ്സൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അനങ്ങിയിട്ടില്ല. സമയം നേരത്തെ കണ്ടതിനൊക്കെ 8:07 കേട്ടോ. നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാറ്റ് അടിക്കുന്നുണ്ട്. മഴ പെയ്ത പണി പാടും കേട്ടോ. മഴയത്ത് ഞാൻ ലോഡ് ചെയ്യേണ്ടി വരും, കമ്പി ഇടേണ്ടി വരും, ചെയിൻ അടിക്കേണ്ടി വരും, ബെൽറ്റ് ഇടേണ്ടി വരും. അതിൻ്റെ മഴയത്ത് ഈ സാധനം എടുത്ത് പോകുന്നത് ഒരു റിസ്ക്കാണ്. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഈ സ്ഥലത്താണ് ഞാനൊന്ന് ബ്ലോക്കാക്കിയ കേട്ടോ. ഇതിപ്പം അന്ന് ഇതേപോലെയാണ് ഞാൻ വളച്ചത് കേട്ടോ. ആ കാറ് വിളക്കുന്നുണ്ടോ? യൂ ടേൺ അടിച്ച് കയറുന്നുണ്ടോ? അതുപോലെ ഈ സാധനം എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി യൂ ടേൺ അടിക്കാൻ നോക്കിയതാ. നടന്നില്ല. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ വലിയൊരു ഷിപ്പൊക്കെ ഉണ്ടല്ലോ. ഇത് നമ്മുടെ സ്വന്തം കോട്ടയാണ്. ഓ, വലിയ ക്രെയിനൊക്കെ ഉണ്ടല്ലോ. വണ്ടി ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് വിളിക്കാം പുള്ളിക്കാരന്. നമുക്ക് ഇവിടെ റിവേഴ്സ് വെക്കാം. അത് ആദ്യം വേണ്ടത് നമ്മുടെ ഷോൾഡർ ലെവലിലെ സ്ഥലം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ലെഫ്റ്റിലേക്ക് തിരിക്കും. അത് വണ്ടീനെ ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് ക്രോസായിട്ട് പോകും. ക്രോസായിട്ട് ഒരു വണ്ടീൻ്റെ ലെങ്ത് ഏകദേശം വരുന്ന സമയത്ത് നമ്മളിത് വണ്ടീനെ വീണ്ടും റൈറ്റിലേക്ക് തിരിക്കും. റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, കുറച്ചുകൂടെ മുന്നോട്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ റിവേഴ്സ് എടുക്കലാണ് ചടങ്ങ്. വണ്ടീനെ നമ്മൾ ഇടത്തോട്ട് തിരിച്ചുണ്ട്. വണ്ടീൻ്റെ സ്റ്റെയറിങ്ങിനാണിപ്പോൾ ഇടത്തോട്ടൊക്കെ തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നേരെ എത്തി. ഇപ്പോൾ സ്റ്റെയറിങ് നേരെയാണ്. പയ്യെ പയ്യെ തന്നെ വലത്തോട്ടേക്ക് തിരിച്ചുകൊണ്ടിരിക്കുക. അതായത് വണ്ടീൻ്റെ ഹെഡും വണ്ടിയും സ്ട്രെയിറ്റ് ആയിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരെ പോകും. വണ്ടിയുടെ ഗ്യാസിലേക്ക് ആകുമ്പോൾ അപ്പുറത്തെ സൈഡ് വണ്ടി നോക്കണം കേട്ടോ. ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഇപ്പം സമയം 10 മണിയായിട്ടോ. 10 മണി. നമ്മൾ 1:45 2 മണിക്ക് ക്യൂവിൻ്റെ അവിടെ എത്തിയിട്ട് പൈസ കൊടുത്ത് കയറിയത് കൊണ്ട് ഒരു 5-6 കിലോമീറ്റർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടുന്ന് ക്യൂ നിന്ന് എത്ര മണിക്കായിരുന്നു അവിടെ? 5 മണിക്കോ 5:30 6 മണിക്ക് എങ്ങാണ്ടാണ് ഗേറ്റിന് പുറത്തെത്തിയത്. അതിന് ശേഷം ഇപ്പം 10 മണിയായി. ഇപ്പോൾ പോർട്ടിലേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചടങ്ങാണ് ഇവിടെ. ഇത് കണ്ടെയ്നർ വണ്ടിയും കൂടി ആണെങ്കിൽ നോക്കണ്ട. ഫ്ലാറ്റ് ട്രെയിലർ ആയതുകൊണ്ടാണ് എനിക്ക് പിന്നെയും പെട്ടെന്ന് കയറാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ U-ടേൺ അടിച്ചും 3G എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അതിലേക്കൂടി വരാൻ പറ്റില്ല. കണ്ടെയ്നർ വണ്ടിയാണെങ്കിൽ വേറെ തന്നെ ക്യൂ ഉണ്ട്, സെപ്പറേറ്റ് ക്യൂ. ആ ക്യൂവിലേക്കൂടി വരേണ്ടി വരും അവസ്ഥയാണ്. പക്ഷേ ഇതൊരു അടിപൊളി. ഇത് എത്ര കഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് ഇവിടെ രാത്രി തന്നെ എത്തണം കേട്ടോ. എത്ര കഷ്ടപ്പെട്ട് വന്നിട്ട് ഈ സംഭവം കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ വേറെ തന്നെ. നൈസല്ലേ, അടിപൊളി. പിന്നെ ആകെ ആശ്രയമുള്ള ഒരു കൂറ ടോയ്ലറ്റ് ആണെങ്കിലും അത്യാവശ്യം യൂറിനേഷനൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ടോയ്ലറ്റ് ആയിരുന്നു കേട്ടോ. അതും ക്ലോസ്ഡാണ്. ഇവരിതൊക്കെ ക്ലോസ് ചെയ്തിട്ട് എന്തെടുക്കാനാണ്? നല്ല രീതിയിലൊരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇറക്കുന്ന പോലത്തെ കോയിലല്ല കേട്ടോ, കയറ്റണ പോലത്തെ കോയിലല്ല കേട്ടോ. ഇത് ചെറിയ കോയിലാണ്. ഒരു കോയിൽ 8 ടണ്ണിൻ്റെ അകത്തെ 6 കോയിലാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ് ടൈ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. എൻ്റെ ഇടയ്ക്കാണെങ്കിൽ ടോട്ടൽ ഒരു കോയിലിന് 2 റബ്ബറിൻ്റെ കട്ടയും റബ്ബറിൻ്റെയോ മരത്തിൻ്റെയോ കട്ടയിലും വെക്കേണ്ടി വരും. ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലേ, അതുപോലെ 6 വെക്കണമെന്നുണ്ടെങ്കിൽ 12 കട്ടമാണ്. എൻ്റെ അടുക്ക് 12 കട്ടയില്ല. അറിയില്ല എങ്ങനെയാ, വേറെ എന്തെങ്കിലും രീതി ഉണ്ടോയെന്ന് ഇവിടെ ഏതെങ്കിലും വണ്ടിയിൽ വെച്ചിട്ടുണ്ടോ നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഉദ്ദേശിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഒരേ ഒറ്റ സിംഗിൾ ലൈനായിട്ട് ഒരുമിച്ച് വെക്കാം. അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും റബ്ബറിൻ്റെ കട്ട കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ അവിടെയുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ കഷ്ണങ്ങൾ ഗ്യാപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പം നോക്കാം നമുക്ക്. എന്നിട്ട് ഫ്രണ്ടിലും ബാക്കിലും ചെയിൻ അടിക്കാമെന്ന് വിചാരിക്കണം. പക്ഷേ ഇപ്പോൾ ട്രെയിലറിൻ്റെ സെൻറ്റർ പോർഷനിൽ വെയിറ്റ് കൂടുതൽ വരുമോ എന്നൊരു ഡൗട്ടുണ്ട്. നോക്കാം നമുക്ക്. എന്തായാലും ഞാൻ റബ്ബറിൻ്റെ കട്ടയൊക്കെ എടുത്തിട്ട് മുകളിൽ വെക്കട്ടെ, ചെയിനൊക്കെ എടുത്തിട്ട് മുകളിൽ വെക്കട്ടെ, എന്നിട്ട് കിടന്നുറങ്ങാം. ഒരു വിളിക്കും പിന്നെ പോയപ്പോൾ ടോട്ടൽ